നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണിത് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടെ നമ്മൾ ആരംഭിക്കുകയാണ്. പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്കതിനായി ഉപയോഗപ്പെടുത്താം. പ്രേക്ഷകർക്ക് ഈ നമ്പറിൽ വിളിക്കാം. 0484-2830-510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ വാർത്തകളുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാട്സാപ്പിൽ അയക്കാം. ആ വാർത്ത എന്താണ് എന്നുള്ള കാര്യവും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യവും. വാട്സാപ്പ് നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാതിവില തട്ടിപ്പിലെ നിലവിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ ഒരു തട്ടിപ്പുകാരൻ മാത്രമല്ല, പൊളിറ്റിക്കൽ ഫണ്ടർ കൂടിയാണ് എന്നുള്ള തെളിവുകളാണ് ഇന്ന് പുറത്തുവന്നത്. ജനപ്രതിനിധികൾക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുമൊക്കെ കൈനിറയെ ലക്ഷങ്ങളാണ് അനന്തുകൃഷ്ണൻ വാരി നൽകിയത്. സാധാരണക്കാരനെ കൊള്ളയടിച്ച പണം വാരി നൽകുമ്പോഴും അതിൻ്റെ തെളിവുകൾ ഐപാഡിലും ഡയറിയിലും സൂക്ഷിച്ചു വെക്കാൻ തട്ടിപ്പുകാരൻ മറന്നില്ല. തങ്ങളുടെ പേരുകൾ പുറത്തുവരുമോ എന്നുള്ള ആശങ്കയിൽ പോലീസിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വം. സംസ്ഥാനത്തുടനീളം പാതിവില തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയ അനന്തുകൃഷ്ണൻ ഒരു ചെറിയ മീനയല്ല എന്നുള്ളതാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വന്തം തട്ടിപ്പിന് മറപിടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ കൈ നിറയെ പണമാണ് അനന്തുകൃഷ്ണൻ നൽകിയത്. 2 ഡയറികളിലൂടെയും ഒരു ഐപാഡിലൂടെയും പോലീസിന് ലഭിച്ചത് അക്ഷയഖനിയോളം പോകുന്ന തെളിവുകളാണ്. സംസ്ഥാനത്തെ സാധാരണക്കാരെ സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ വാഗ്ദാനം നൽകി പറ്റിച്ച പണമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഒരു നാണവുമില്ലാതെ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും വാങ്ങി പോക്കറ്റിലാക്കിയത്. പോലീസ് നടത്തിയ റെയ്ഡിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പണം നൽകിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തി. ഇതിനു പിന്നാലെ ഓരോരുത്തർക്കും അക്കൗണ്ടിലൂടെയും അല്ലാതെയും നൽകിയ പണത്തിന്റെ വിവരങ്ങൾ ഐപാഡിലും അനന്തകൃഷ്ണൻ കൃത്യമായി ശേഖരിച്ചു വച്ചിരുന്നു. ഇന്ന് തെളിവെടുപ്പിന് പൊന്നുരുന്നിയിലെത്തിച്ചപ്പോഴും നിരവധി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് തട്ടിപ്പുകാരൻ അനന്തകൃഷ്ണൻ തുറന്നു പറഞ്ഞു. അനന്തകുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് NGO കോൺഫെഡറേഷൻ ആരംഭിച്ചതും 200-ലധികം സംഘടനകൾ ഇതിലേക്ക് വന്നതും. ട്രസ്റ്റിന്റെ ഡീഡില് എന്റെ കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. കൂൺ കൃഷിയിലൂടെ തുടങ്ങിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ പാതിവില തട്ടിപ്പിലേക്ക് വിപുലീകരിച്ചത്. വൻകിട ക്ലബ്ബുകളിലെ അംഗത്വവും പോലീസിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ചോദിക്കുമ്പോഴൊക്കെ പണവും നൽകി തന്റെ തട്ടിപ്പിന് വലിയൊരു മറ തീർക്കുകയായിരുന്നു അനന്തുകൃഷ്ണൻ. ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോഴും അനന്തുകൃഷ്ണന് സംരക്ഷണം നൽകിയത് കൈനീട്ടി വാങ്ങിയ ഈ പണത്തിന്റെ നന്ദിയായിരുന്നു. ജനപ്രതിനിധികൾക്ക് സമ്മാനപ്പൊതി എന്ന പേരിലാണ് 45 ലക്ഷം രൂപ വരെ നൽകിയത്. 2 MP-മാരും നിരവധി MLA-മാർക്കും പണം നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയത്. രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും പേരുകൾ കൊടിയുടെ മറ പിടിക്കാത്ത രീതിയിൽ പുറത്തുവരുമെന്നുറപ്പിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മേലും സമ്മർദ്ദമേറി. ഒരു പേരും പുറത്തുപോകരുതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം. വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം 2800-ലധികം പരാതികളാണ് ഉണ്ടായത്. ചില ജില്ലകളിൽ പിരിച്ചെടുത്ത പണം തിരികെ നൽകുമെന്ന് സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സായിഗ്രാം ട്രസ്റ്റിന്റെ ചെയർമാൻ KN ആനന്ദകുമാറിന് എല്ലാ മാസവും 10 ലക്ഷം രൂപ വെച്ചാണ് നൽകിയിരുന്നതെന്നും പ്രതി മൊഴി നൽകി. അനന്തുകൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ എന്ന കളമശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പോലീസ് ഇന്ന് പൂട്ടി സീൽ ചെയ്തു. പൊന്നുരുന്നിയിലെ ഓഫീസിലും മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം ഇടപെട്ടാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോഴും ഒരു FIR പോലും ഉണ്ടാകാത്തതിന് പിന്നിലെന്ന്
കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആരോപിച്ചു. DIG വഴി SP-ക്കും SP വഴി മറ്റ് പല പോലീസ് ഓഫീസർമാർക്കും ഇത് അന്വേഷിക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. പാതിവില തട്ടിപ്പിൽ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണെന്ന് സന്ദീപ് വാര്യരും പറഞ്ഞു. അതേസമയം NGO കോൺഫെഡറേഷൻ രക്ഷാധികാരിയായിരുന്ന മുൻ ന്യായാധിപൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെയും തട്ടിപ്പ് കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. നാളെ പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തൊക്കെ തെളിവുകളാണ് പോലീസ് പുതുതായി ശേഖരിച്ചതെന്നതിൽ വ്യക്തത വരും. പുതുതായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിക്കെതിരെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തട്ടിപ്പുകാരൻ അനന്തകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ തുടരുമ്പോഴും അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയായി ലക്ഷങ്ങൾ വാങ്ങിയ ജനപ്രതിനിധികളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ പിടിയിലാകാതെ സുരക്ഷിതരായി പുറത്തു നിൽക്കുകയാണ്. കള്ളന്റെ കയ്യിൽ നിന്ന് കള്ളപ്പണം കൈപ്പറ്റിയ രാഷ്ട്രീയക്കാർ കൂടി തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. വിഷ്ണു കച്ചേരിക്കൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് പെട്ടുപോയത് സാധാരണക്കാരാണ്. പണം തിരികെ കിട്ടാൻ എന്ത് ചെയ്യും, ഇതിന് പരിഹാരമെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതികളുടെ പ്രളയമെത്തുന്നുണ്ട്. ഇന്നും നിരവധി പരാതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ പണം നഷ്ടമായവരുടെ ഇരകളുടെ ചില പ്രതികരണങ്ങൾക്കാണ്. വയനാട് ജില്ലയിൽ ഏകദേശം 1500 ആളുകളുടെ അടുത്ത് ഇതിലേക്ക് ഭാഗവാക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഈ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മോഹങ്ങളിൽപ്പെട്ട് ചെറിയ എന്തെങ്കിലും സ്കൂട്ടറുകളോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പകുതി വിലക്ക് കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ വീണുപോയ ആളുകളാണ്. അവരെ ക്രൂക്കഡായിട്ട് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 4,86,00,000 രൂപൻ്റെ അടുത്ത് വയനാട് ജില്ലയിൽ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ സ്കൂട്ടറിന് അടച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ മൊബൈലിന് അടച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ ബ്രിഡ്ജ് വീട് ഉപകരണ സാധനങ്ങൾക്ക് വേണ്ടി അടച്ചിട്ടുണ്ട്, ലാപ്ടോപ്പിന് അടച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൽ പറ്റിയിട്ടുണ്ട്. എന്താണ് ഒരു പിടിത്തന്നെ. ഞങ്ങൾക്ക് ഇപ്പം ഒരു സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തവർക്ക് 65,900 ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ആളില്ലാത്തൊരവസ്ഥയാണ്. ജ്വാലയത്തെ ഇതിൻ്റെ നേതൃത്വം ആരും ഇപ്പോൾ നിലവിലില്ല. അപ്പം ഞങ്ങൾ പരാതി കുറച്ചാൾക്കാരെ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും കൂടി പരാതി കൊടുക്കാനുണ്ട്. ഏതാണ്ട് അത് തന്നെ സ്കൂട്ടിക്ക് മാത്രം അപേക്ഷ കൊടുത്തുള്ള ഒരു 450ഓളം ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഗൃഹോപകരണങ്ങൾ മറ്റ് സാധനങ്ങൾക്ക് കൊടുത്തവർ അത് വേറെയുണ്ട്. സ്കൂട്ടി ഞങ്ങൾ വിട്ടു. സ്കൂട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ സ്കൂട്ടിക്കാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൃഹോപകരണത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൂട്ടായ്മ വന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒരു പോലീസ് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും പണം എങ്ങനെയും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കേസും കൂട്ടമായിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം കുറവാണ്. പക്ഷേ പണം കിട്ടുമെന്ന് ഉറപ്പ് അവർ തരികയാണെങ്കിൽ. അപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, ജ്വാലയുടെ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലീസ് കണ്ടുപിടിക്കും. പിന്നെ ഇവിടെ നിന്നുണ്ടായിരുന്ന ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ചെറിയ കമ്മിറ്റി വഴി അയാൾ പോയി സംസാരിച്ച് അയാളൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. സ്വർണ്ണം ഉണ്ടായത് വേണമെങ്കിൽ വെച്ചാണ് കൊടുത്തത്, കെട്ടുകാലി വേണമെങ്കിൽ വെച്ചാണ് കൊടുത്തത്. ഇത് കിട്ടിയാൽ നമുക്ക് ഇനിയിപ്പോൾ വണ്ടി വേണം, നമുക്ക് കടം വീട്ടിൽ നിൽക്കാലോ നേരെ. പകുതി വിലക്ക് വാഹനം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അപേക്ഷ കൊടുത്തത്. അവരുടെ മേരിയുടെ അക്കൗണ്ടിലേക്ക്, ജസ്റ്റിസിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ 62,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 6 മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 11 മാസത്തിനുള്ളിൽ തരും എന്നാണ്. പക്ഷേ ഇതുവരെയും ഒരൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചെറിയ മക്കളുടെ സ്വർണ്ണം എടുത്തിട്ടാണ്, കുഞ്ഞുങ്ങളുടെ സ്വർണ്ണം എടുത്തിട്ടാണ് ഇതിനുവേണ്ട കാശ് ആക്കിയത്. ഞാൻ ഏപ്രിൽ 5-ാം തീയതി കൊടുത്തതാണ്. ആക്ടിവയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. 62,000 രൂപ. പാതിവില തട്ടിപ്പിനിരയായ എറണാകുളം കോട്ടപ്പുറം രൂപതയും അനന്തകൃഷ്ണൻ, ആനന്ദ് കുമാർ എന്നിവർക്കെതിരെ രൂപത പരാതി നൽകി. ഫാദർ പോൾസനാണ് വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എങ്ങനെയാണ് രൂപത ഇതിൽ പെട്ടുപോയത്? എന്താണ് പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന പരാതി?
ടി.കെ. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അനന്തകൃഷ്ണനും ആനന്ദകുമാറിനുമെതിരെ. അതിൽ പ്രധാനമായും പറയുന്നത് 130 പേർക്ക് ഇത്തരത്തിൽ മെഷീനും വാഹനങ്ങളും വാഗ്ദാനം ചെയ്ത് പണം പറ്റിയിരുന്നു, പക്ഷേ ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല എന്നാണ്. നേരത്തെ സമാനമായ രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പണം തിരികെ ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരാതിക്കാരടക്കം സഭയെ സമീപിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സഭ നേരിട്ട് പരാതി നൽകിയത്. ഫാദർ പോൾ തോമസിന്റെ നേതൃത്വത്തിലാണ് വടക്കേക്കര പോലീസിൽ പരാതി നൽകിയത്. സാമൂഹ്യ, രാഷ്ട്രീയ, മത മേഖലകളിലൊക്കെ തന്നെ ഈ പരാതിയുടെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി ആഴ്ന്നു കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ വടക്കേക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടി.കെ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ശുചിത്വ കേരളം ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ ഊർജിതമായി നടക്കുമ്പോഴും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വ്യാപകമായി സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുകയാണ്. മണ്ണിൽ ലയിച്ചു ചേരാത്ത കവറുകൾ, പ്ലാസ്റ്റിക് കോട്ടിങ്ങോടെയുള്ള കപ്പുകളും പ്ലേറ്റുകളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. സംസ്ഥാനത്തിന് നികുതി നഷ്ടമുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും തടഞ്ഞില്ല എങ്കിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ തന്നെ ഫലം കാണാതെ പോകും. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ നടക്കുന്നു. ഈ പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുക്കുന്നു. ഇതൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ പരിശോധനയും പിന്നീട് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആ റിപ്പോർട്ട് കാണാം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ മാർച്ച് 30 രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനം വരെ നീളുന്ന മാലിന്യമുക്ത ക്യാമ്പയിനിലാണ് സംസ്ഥാന സർക്കാർ. ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള ഈ ക്യാമ്പയിൻ നേരിടുന്ന പ്രധാന ഭീഷണികളിലൊന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിൽപ്പനയും ഉപയോഗവുമാണ്. ആരോഗ്യത്തിന് ഹാനികരമാണെന്നറിഞ്ഞിട്ടും പ്ലാസ്റ്റിക് കപ്പുകളും പേപ്പർ പ്ലേറ്റുകളുമെല്ലാം യഥേഷ്ടം ഉപയോഗിക്കുകയാണ്. നിരോധിത പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കവറുകൾ, പ്ലാസ്റ്റിക് കോട്ടിങ്ങോടെയുള്ള പേപ്പർ കപ്പ്, പ്ലേറ്റുകൾ എന്നിവയാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. മണ്ണിൽ ലയിച്ചു ചേരാത്ത ഈ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും തോടുകളിലോ കാനകളിലോ ഉപേക്ഷിക്കുകയാണ് പതിവ്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെങ്കിലും ഇതിനെതിരായ നടപടികൾ പലപ്പോഴും ഫലപ്രദമല്ല. ചെറിയ കടകളിലെ പരിശോധനയിൽ നടപടികൾ ഒതുങ്ങുന്നു. പൊതുവേ ഇവിടെ മാർക്കറ്റുകളിലും നമ്മുടെ കടകളിലും, പ്രത്യേകിച്ച് ചെറിയ കടകളിലും ഒക്കെ ഇത് സുലഭമായിട്ട് കാണുന്നുണ്ട്. സ്ക്വാഡുകൾ, എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ ലോക്കൽ ബോഡി തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലുമുള്ള സ്ക്വാഡുകൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 200 ടണ്ണ് നിരോധിത ഈ പ്ലാസ്റ്റിക് കവറുകൾ, SUP സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയിലധികം ഫൈനും ഈടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ. ഇപ്പം നടക്കുന്നുണ്ട്, പക്ഷേ ശക്തി പോരാ. 2019 സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ അംഗീകാരമുള്ള മണ്ണിൽ ലയിച്ചു ചേരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഉപയോഗ അനുമതിയുള്ളൂ. ഇത്തരം ഉൽപ്പന്നങ്ങളിൽ QR കോഡ് അടക്കം ഉണ്ടാകണമെന്ന് നിഷ്കർഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിലും വ്യാജന്മാരുടെ കളിയാണ്. നിരോധിത ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കേരളത്തിലേക്ക് കടന്നു വരുന്നു. ഗവൺമെൻറ് തലത്തിൽ തന്നെ പോലീസും അതുപോലെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഉൾപ്പെടുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എല്ലാവരുടെയും കൂടി മീറ്റിങ്ങുകൾ നടത്തി ഇത് ചെക്ക് പോസ്റ്റിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ഇടം തന്നെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള നിലയിൽ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റുകളെ ഹരിത ചെക്ക് പോസ്റ്റുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് വരുന്നതെല്ലാം നമ്മുടെ ഇവിടെയല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം പുറമേ നിന്ന് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള നടപടി എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശക്തമാക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതെനിക്കൊന്ന് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ആക്ഷൻ നമുക്ക് കാണാൻ പറ്റും. രജിസ്ട്രേഷനില്ലാത്ത സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് കപ്പ്, പ്ലേറ്റ്, കവർ തുടങ്ങിയവ നിർമ്മിക്കുന്നത് തടയാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. എന്നിട്ടും ഇവയുടെ ഉൽപ്പാദനവും വിപണനവും തടയാൻ ഫലപ്രദമായ നടപടികളില്ല. നിയമ നടപടികൾ കൊണ്ട് മാത്രം ഇവയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അഭിപ്രായമുണ്ട്. വലിയൊരു കൺഫ്യൂഷനുണ്ട്. ഈ സ്ക്വാഡ് പോകുന്നവർക്ക് പോലും കൺഫ്യൂഷനുണ്ട്. കാരണം ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ ഇത് എല്ലാം പരിശോധിച്ച് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ന രീതിയിൽ നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് സ്ക്വാഡിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഉള്ള സംഗതികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കാരണം ജനത്തിന് ഇപ്പോഴും പ്ലാസ്റ്റിക്കിനോടുള്ള സ്നേഹവും അത് വിട്ട് മറ്റൊരു ഓൾട്ടർനേറ്റ് മോഡിലേക്ക് പോകാനുള്ള ഒരു മടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രകൃതിക്ക് ഭീഷണിയായ നിരോധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ആരോഗ്യത്തിന് ഹാനികരമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ജനങ്ങളും തീരുമാനിക്കണം.
നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയാൻ ഇപ്പോൾ പോലീസിന് ഇടപെടാം. എന്നാൽ ഇക്കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായി നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇതോടൊപ്പം ആരോഗ്യത്തിന് ഹാനികരമായ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ലെന്ന മനോഭാവത്തിലേക്ക് ജനങ്ങളും മാറേണ്ടതുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വയനാട് ബാങ്ക് നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ പരാതി. KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസ് പണം വാങ്ങി എന്നാണ് പരാതി. 4 പേർ ചേർന്ന് 12 ലക്ഷം രൂപ വാങ്ങിയെന്ന് പുൽപ്പള്ളി സ്വദേശി സനു രാജപ്പൻ ബത്തേരി ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സമീർ C. മുഹമ്മദ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ CPM-ന്റെ പ്രതിഷേധവും തുടരുന്നു. അതിനിടയിൽ പുതിയൊരു പരാതി. എന്താണ് അതിന്റെ ഉള്ളടക്കം? വിശദാംശങ്ങൾ എന്താണ് സമീർ C. മുഹമ്മദ്? ഇതിട്ട് വയനാട്ടിലെ സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുള്ളംകൊല്ലി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 12 ലക്ഷം രൂപ വാങ്ങി എന്നാണ് KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസിനും മറ്റ് 3 പേർക്കും എതിരായിട്ടുള്ള പരാതി. ഈ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള സനു രാജപ്പനാണ് ബത്തേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജോലിക്കായി 4 നേതാക്കൾക്കും കൂടി തന്നിൽ നിന്ന് 12 ലക്ഷം രൂപ അവർ വാങ്ങി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. 2019-ലാണ് ഈ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. ഒരു ശബ്ദത്തിനൊരു വ്യക്തത കുറവുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം സമീറിലേക്ക് എത്താം. വയനാട് ബാങ്ക് നിയമന കേസിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസ് പണം വാങ്ങി എന്നുള്ളതാണ് പരാതി. 4 പേർ ചേർന്ന്, മറ്റ് ചില ആളുകൾ കൂടി പരാതിയുടെ ഭാഗമാകുന്നു. 4 പേർ ചേർന്ന് 12 ലക്ഷം രൂപ വാങ്ങിയെന്ന് പുൽപ്പള്ളി സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിക്കാരൻ്റെ പ്രതികരണം ഒന്ന് കാണാം. എനിക്ക് 2018 പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തുകയും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായിട്ട് സൂപ്രണ്ട് ഓഫ് പോലീസിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. ഈ കേസിനകത്ത് പറഞ്ഞിട്ടുള്ള 4 ആളുകളും വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളും രേഖകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ രേഖകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും അത് പറയേണ്ടതും ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട്. KL പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെ വേണം കൊടുക്കാം. എനിക്ക് 12 ലക്ഷം രൂപയോളം ഇന്നത്തെ വന്നിട്ടുണ്ട്. അതിൻ്റെ പലിശ തന്നെ ഞാൻ 5 വർഷത്തോളം കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. KL പൗലോസ് അടക്കമുള്ള 4 പേർക്കെതിരായിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കണം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. ചരിത്ര വിജയത്തിന് പിന്നാലെ ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൻ്റെ തിരക്കിട്ട ചർച്ചകളിലാണ് BJP. നിർണായകമായ ചർച്ചകൾ നടക്കുന്നു ഡൽഹിയിൽ. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. BJP സംസ്ഥാന ആസ്ഥാനത്ത് MLA-മാരുടെ യോഗം പൂർത്തിയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഒരു പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ടോ? 1/2 ഡസനോളം പേരുകൾ നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതിൽ ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെയാണ് വന്നത്? മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തെളിയുന്നുണ്ടോ ബൽറാം? റിജിത്ത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ഒപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട യോഗങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് നടന്നത്. രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലേക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എത്തി ചർച്ചകൾ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. തുടർന്നാണ് ഇപ്പോൾ അതിന്റെ ഒരു 2ാം ഘട്ട ചർച്ച. നിയുക്ത MLA-മാരുടെ 48 MLA-മാരുടെ യോഗം സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ നിയുക്ത MLA-മാർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ യോഗത്തിനായി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള MP ബാൻസുരി സ്വരാജും എത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റ് MP-മാർ ആരും തന്നെ ഈ യോഗത്തിന് എത്തിയിരുന്നില്ല. എന്നാൽ ബാൻസുരി സ്വരാജ് ഈ യോഗത്തിനായി എത്തിയിട്ടുണ്ട്. പർവേഷ് വർമ്മ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു അവരുടെ പട്ടികയിലുള്ള മറ്റ് ആളുകൾ മുഴുവനായി, നേതാക്കൾ മുഴുവനായും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ യോഗം പൂർത്തിയായ നേതാക്കൾ ഓരോരുത്തരായി മടങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് നിരവധി മുതിർന്ന നേതാക്കളുടെ പേരുകൾ തന്നെ പരിഗണനയിലുണ്ട് എന്നുള്ളതും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഡൽഹി സംസ്ഥാന അധ്യക്ഷന്റെ പേര് അടക്കമുള്ളവ ഈ മുഖ്യമന്ത്രി പദത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് പർവേഷ് വർമ്മയുടെ പേര് തന്നെയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേര്, ഒപ്പം തന്നെ വിജേന്ദർ ഗുപ്ത നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ പേര്, വീരേന്ദ്ര സച്ദേവ നിലവിലെ സംസ്ഥാന അധ്യക്ഷന്റെ പേര്, മറ്റ് വനിതാ മുഖങ്ങൾ അടക്കമുള്ളവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം
തീരുമാനം എന്നുള്ളത് ഇന്ന് രാത്രി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും നടത്തുന്ന ചർച്ചകളിലായിരിക്കും അന്തിമ പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷമായിരിക്കും വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് അടക്കമുള്ളവ പരിഗണിച്ചായിരിക്കും ഈ പേരിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഡൽഹിയിൽ ഒരു കൃത്യമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു പേരിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് തന്നെയായിരിക്കും. അതിന് എന്തെല്ലാം ഘടകങ്ങൾ അദ്ദേഹം പരിശോധിക്കും, പരിഗണിക്കും എന്നുള്ളത്. ശരി, കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് ശർമ്മ, ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്ത, വനിതാ നേതാവാണെങ്കിൽ ശിഖാ റായി എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ BJPയുടെ പരിഗണനയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ 13-ന് ശേഷമായിരിക്കും എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും വളരെ തിരക്കിട്ട ചർച്ചകൾ BJPയിൽ ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച്. ഡൽഹി മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ പേരുമാറ്റുമെന്ന് BJP, ശിവപുരി എന്ന് പേരുമാറ്റുമെന്ന് നിയുക്ത MLA മോഹൻ സിംഗ് ബിഷ്ട് പറഞ്ഞു. പേരിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ആശങ്കയുണ്ടെന്ന് മോഹൻ സിംഗ് ബിഷ്ട് 24-നോട് വ്യക്തമാക്കി. नहीं, निश्चित रूप से 1 और 58% लोग हों, 1 और 42% लोग हों, तो सम्मान किसका होना चाहिए मैं आपसे भी जानना चाहता हूँ. भाई 58% बल्क में है, तो 58% लोगों ने मुझे जिताया है ना, उन्होंने मुझे वोट दिया ना. मैं ये नहीं कह रहा हूँ 42% लोगों में से कुछ लोगों ने मुझे नहीं, मुझे सब ने वोट दिया है, चाहे वो कितने भी परसेंट हो. लेकिन शिव बिहार या शिवपुरी इस विधानसभा का नाम होगा, ये मैं कहना चाहता हूँ. CM तो कमल का फूल बनेगा, भारतीय जनता पार्टी का सिपाही बनेगा, वही रहेगा. मैं एक साधारण सा कार्यकर्ता हूँ. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തിന് കണ്ടെത്തിയ ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തൽ. ഭൂമി തരം മാറ്റുന്നത് എതിർത്തുകൊണ്ട് കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ ഈ റിപ്പോർട്ടിനെ തുടർന്നാണ്. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണ പദ്ധതിക്ക് അനുകൂല നിലപാടല്ല CPI തുടക്കം മുതൽ സ്വീകരിച്ചത്. അതിനു പിന്നാലെയാണ് 2 CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ നിന്ന് എലപ്പുള്ളി പദ്ധതിക്ക് കടും വെട്ടുവന്നത്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ ഒയാസിസ് കമ്പനി റവന്യൂ വകുപ്പിനാണ് സമർപ്പിക്കുന്നത്. ഈ അപേക്ഷ അനുസരിച്ച് സ്ഥലം പരിശോധിക്കാൻ എലപ്പുള്ളി കൃഷി ഓഫീസറോട് RDO നിർദ്ദേശിച്ചു. സ്ഥലം സന്ദർശിച്ച കൃഷി ഓഫീസർ ഭൂമി തരം മാറ്റുന്നത് എതിർത്ത് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുതെന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷി വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് CPIM ആവർത്തിക്കുകയാണ്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് മുന്നണി തർക്കത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. CPIയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് CPMന്റെ പ്രതീക്ഷ. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇനി കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ പതിവ് പോലെ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. തട്ടിപ്പുകളുടെ വാർത്തകൾ നിരന്തരമായി പുറത്തു വരുന്നു. ആ തട്ടിപ്പിൻ്റെ സ്വഭാവത്തിൽ മാത്രമേ മാറ്റമുണ്ടാകുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പോംവഴി എന്ന് ചൂണ്ടിക്കാട്ടുന്നു ആരിഫ് AP കളത്തൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ. ഈ നിയമവിരുദ്ധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമാകുന്നത് തടയേണ്ട ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ദിലീപ് PC എന്ന് പറയുന്ന പ്രേക്ഷകൻ ഉയർത്തുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി എന്ന് പറയുന്ന പ്രേക്ഷകൻ ഡൽഹി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് ആ തീരുമാനം വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വളരെ തിരക്കിട്ട ചർച്ചകൾ
അതുമായി ബന്ധപ്പെട്ട് BJP-യിൽ നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലിക്കാരുടെ എണ്ണം കൂടി വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ അത് തടയാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടാവുന്നില്ല എന്ന വിമർശനം ഹമീദിനെ പോലുള്ള പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് പങ്കുള്ളത്, ആരൊക്കെയാണ് അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പിന് സഹായം നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരണം. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കെന്താണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണത്തിലൂടെ വ്യക്തത വരണമെന്നൊക്കെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ശുഭസായാഹ്നം പറഞ്ഞുകൊണ്ട് ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്ന ഒരുപാട് പ്രേക്ഷകരുമുണ്ട്. സമയത്തിനനുസരിച്ച് കമൻറ്റുകൾ ഇനി നമുക്ക് വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നും വന്യജീവി ആക്രമണത്തിൻ്റെ വാർത്തകൾക്ക് അറുതിയില്ല. കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് തലപ്പുഴ മേഖലയിലെ ജനങ്ങൾ. തുടർച്ചയായ ദിവസങ്ങളിലാണ് പ്രദേശത്ത് കടുവ ഇറങ്ങിയത്. കടുവ ഉടൻ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാൽപ്പാടുകൾ മാത്രമല്ല, പ്രദേശവാസികൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തു. ഇതോടെയാണ് ഭീതി ഇരട്ടിയായത്. കമ്പിപ്പാലം, കണ്ണോത്തുമല, 44 മൈൽ എന്നീ ഭാഗങ്ങളിലാണ് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയത്. കൂടാതെ ഇന്ന് കമ്പിപ്പാലത്ത് നിന്ന് പുല്ലുവെട്ടാൻ പോയവർ കടുവയെ കാണുകയും ചെയ്തു. ഇതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് വീട്ടമ്മയെ കടുവ കൊന്നതിന്റെ ആശങ്കയ്ക്കിടെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം. ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. അവരൊക്കെ ഈ കൃഷിയും വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് പോകുന്നത് വഴി അവരുടെ ജീവന്, അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പിലാക്കാവിലുണ്ടായിരിക്കുന്ന അതേ സാഹചര്യം സംജാതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് വ്യാപകമായിട്ട് ജനങ്ങളിടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. 30ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. തുടർന്ന് 14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചു. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി. അന്ന് കണ്ട ദിവസം പോലെ, അന്ന് പറയുന്ന ദിവസം പോലെ തന്നെ ഞങ്ങളിവിടെ ഫുൾ ടൈം പട്രോളിങ്ങും ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാപിച്ച ക്യാമറയിൽ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ക്യാമറകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാത്രികാല പട്രോളിംഗ് തുടരുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് വനം വകുപ്പിന്റെ പ്രധാന നിർദ്ദേശം. വയനാട്ടിൽ നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലൈഫ് പദ്ധതിയിൽ വീട് കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി ബജറ്റിൽ നടത്തിയത്. ആർക്കൊക്കെ ഇത് ഗുണകരമാകും? എന്തൊക്കെയാണ് പ്രതീക്ഷകളെന്ന് നോക്കാം. 1 ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് 1160 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്കായി 55 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മന്ദഗതിയിലായ ലൈഫ് പദ്ധതിക്ക് വേഗം കൂട്ടുന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് 1 ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇത്തവണ ബജറ്റിൽ ലൈഫ് പദ്ധതിക്കായി മാറ്റിവെച്ചത് 1160 കോടി രൂപ. കഴിഞ്ഞ ബജറ്റിനേക്കാൾ 80 കോടി രൂപ കൂടുതൽ. ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്ന ഇപ്രാവശ്യമാണ്. ലൈഫിൻ്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ 5.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുക. ഈ വർഷം 1 ലക്ഷം വീട് പൂർത്തീകരിക്കും. ചെറിയൊരു പദ്ധതിയല്ല. അപ്പോൾ ഈ 1160 കോടി രൂപ ഇത് നമ്മുടെ ലൈഫ് തുടങ്ങിയ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ലൈഫ് പദ്ധതിക്കായി 5,29,000 ഗുണഭോക്താക്കളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 4,27,000 പേർക്ക് വീട് ലഭിച്ചു കഴിഞ്ഞു. ഇനി 1,11,000 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ഇവ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 2016 ശേഷം 18,000 കോടി രൂപയാണ് ലൈഫ് മിഷനു വേണ്ടി ചെലവഴിച്ചത്. ഇത് കൂടാതെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിൽ വീട് നൽകാൻ സംസ്ഥാന വിഹിതമായ 55 കോടി രൂപയും വകയിരുത്തിയത്. ഒരു വീടിനുള്ള 4 ലക്ഷം രൂപ ചെലവിൽ 1,20,000 രൂപയാണ് കേന്ദ്രവിഹിതം. ഈ വീടുകളും ലൈഫ് ഗുണഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത്. താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭവന നിർമ്മാണത്തിന് 3 ലക്ഷം രൂപ സബ്സിഡി നൽകാൻ 24 കോടി രൂപയും മാറ്റിവെച്ചു. ഇവയെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു പുതിയ ഭവന പദ്ധതിക്കും ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്.
നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി. അടുത്ത 2 വർഷത്തിനുള്ളിൽ നഗരങ്ങളിൽ 1 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഭവന പദ്ധതിയുടെ മാതൃകയാണ് ഇത്. ജീർണാവസ്ഥയിലുള്ള MN ലക്ഷം വീടുകൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ പുനർനിർമ്മിക്കും. ഇതിനായി 10 കോടി രൂപയും അനുവദിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ടുള്ള ലൈഫ് പദ്ധതിക്കൊപ്പം മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള ഭവന പദ്ധതിയിലൂടെ രാഷ്ട്രീയമായി കൂടി നേട്ടമുണ്ടാക്കാമെന്നും CPM കരുതുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തൃശൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന് സമീപത്ത് തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീപിടുത്തം ട്രാക്കിന് സമീപത്തായതിനാൽ സർവീസുകൾ അരമണിക്കൂറോളം വൈകിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. വലിയ ആശങ്ക നിലനിന്നിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള പുതിയ വിവരങ്ങൾ? TK, വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന് സമീപം തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾക്കാണ് തീപിടിച്ചത്. തീപിടിച്ച് ഈ ട്രാക്കിലുടനീളം ഇത് ആളിക്കത്തിയതോടുകൂടി അരമണിക്കൂറിലധികം തന്നെ ഈ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നു. ഈ തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് ഉടൻ തന്നെ ഈ റെയിൽവേ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റുകളും എത്തിയാണ് ഈ തീ അണച്ചത്. അതിനുശേഷം മാത്രമാണ് ഈ ട്രെയിൻ ഗതാഗതം അടക്കം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. വേനൽ കനത്തതോടുകൂടി ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഈ പുല്ലിന് തീപിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. അതിനിടയിലാണ് 6 മണിയോടുകൂടി ഇപ്പോൾ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലും ഈ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും തീ തീർത്തും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. TK, ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. കടുത്ത ജലക്ഷാമം മൂലം ഹോസ്റ്റൽ അടച്ചതിനാൽ അധ്യയനം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ. കോളേജിന്റെ വനിതാ ഹോസ്റ്റലിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജലക്ഷാമം രൂക്ഷമായത്. വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹോസ്റ്റൽ അധികൃതർ. ജലക്ഷാമം രൂക്ഷമായതോടെ ഹോസ്റ്റൽ അടച്ചു. കുട്ടികൾ പലരും വീട്ടിലേക്ക് മടങ്ങി. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അതെപ്പോഴെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാട് ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപമുള്ള ഹോസ്റ്റലിലാണ് ജലക്ഷാമം രൂക്ഷമായത്. കിണറിലെ വെള്ളവും മലമ്പുഴ വെള്ളവുമാണ് ഹോസ്റ്റൽ ആവശ്യങ്ങൾക്കായി കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. വേനൽ കടുത്തതോടെ കുഴൽക്കിണർ വറ്റി. കിണറിലെ വെള്ളം അടിത്തട്ടിലെത്തി. ഇതോടെ ഹോസ്റ്റൽ അടയ്ക്കാൻ അധികൃതർ നിർബന്ധിതരായി. 207 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. ഓരോരുത്തരായി വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഇത്രയും ദിവസം അഡ്ജസ്റ്റ്മെന്റിൽ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെയും വന്നിട്ടുണ്ടായി. ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചിട്ടായിരുന്നു. ഇന്ന് പിന്നെ നിലവിലെ പൈപ്പിലൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ അടയ്ക്കാന്നുള്ളൊരു ഇതേ ഉള്ളൂ. വെള്ളം വരുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കും. എന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ അടുത്ത് കുളിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഇന്നലെയാണ് പറഞ്ഞത്. അപ്പം ഇന്ന് രാവിലത്തോളം കുട്ടികൾ പോവാം വീട്ടിലേക്ക്. മതിയായ വെള്ളം കിട്ടാതായതോടെ ഹോസ്റ്റൽ അധികൃതർ ഒരു ദിവസം ടാങ്കർ ലോറിയിൽ വെള്ളം വാങ്ങി നൽകിയിരുന്നു. ദിവസവും വെള്ളം വാങ്ങുന്നത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഹോസ്റ്റൽ അടയ്ക്കാൻ തീരുമാനിച്ചത്. ജല അതോറിറ്റി പൈപ്പ് ലൈനിലെ പ്രശ്നം പരിഹരിച്ചാലുടൻ ഹോസ്റ്റലിൽ വെള്ളമെത്തി തുടങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഹോസ്റ്റൽ അടച്ചതിനാൽ അധ്യയന വർഷത്തിലെ അവസാന ദിനങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. എത്രയും വേഗം പ്രശ്നപരിഹാരം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ കണ്ട ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് നിർമ്മല രാജൻ എന്ന് പറയുന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടിയിൽ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അതിനെങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവാറുണ്ട്. ഈ പരിപാടി തത്സമയം പോകുന്ന സമയത്ത് നമ്മുടെ ഇതിലേക്ക് വിളിക്കാവുന്ന നമ്പർ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ നമ്മുടെ PCR-ലേക്ക് കോളുകൾ വരും. ആ സമയത്ത് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും. അതിനുശേഷം അവർ പറയുന്ന പരാതിയിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യം നമ്മൾ നേരിട്ട് അന്വേഷിക്കും. അതിനുശേഷം അത് റിപ്പോർട്ടുകളാക്കേണ്ടതാണ്. അത് അധികൃതർക്ക് മുമ്പിലേക്ക് വെക്കേണ്ടതാണ്. ഒരു പരിഹാരം ആവശ്യമുള്ള വിഷയമാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് ഒരു റിപ്പോർട്ടാക്കി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുകയും അധികൃതർക്ക് മുമ്പിലേക്ക് വെക്കുകയുമാണ് ചെയ്യുക. അതിന് പരിഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പരിപാടിയിൽ തന്നെ പൊതുജനം കഴുതിയല്ല സാർ ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എത്രയോ തവണ എത്രയോ റിപ്പോർട്ടുകൾ, ഈ പരിപാടിയിൽ ഇടം പിടിച്ച റിപ്പോർട്ടുകൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ നിന്നുണ്ടായതാണ്. അക്കാര്യം നിർമ്മല രാജൻ എന്നൊരു പ്രേക്ഷക അത് സംബന്ധിച്ചൊരു സംശയം ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം.
ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളില്ലാത്ത ഒറ്റ ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ള കാര്യം അൻസലിനെ പോലുള്ള പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് ഈ വന്യജീവി ആക്രമണവും നിരത്തിലെ അപകടങ്ങളും ഒക്കെ സ്ഥിരം നമ്മുടെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അതിന് ഒരു പരിഹാരമില്ലാതെ പോകുന്നു എന്നുള്ളത് വേദനാജനകവുമാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ മുനമ്പം കമ്മീഷൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നു പരാതി. അഭിഭാഷകനായ കുളത്തൂർ ജയസിംഗ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? വിഷ്ണു, ഇന്നാണ് പെരിന്തൽമണ്ണ പോലീസ് CN രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി പാതിവില തട്ടിപ്പ് കേസിൽ കേസെടുത്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേസെടുത്ത് പ്രതിയായ ഒരാളെ കമ്മീഷനായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ യുക്തി എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് അഭിഭാഷകൻ കൂടിയായ കുളത്തൂർ ജയസിംഗ് നാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് ഈ പ്രതിയായ CN രാമചന്ദ്രൻ നായരെ മാറ്റണം എന്നുള്ളതാണ് ആവശ്യം. അതിൽ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചട്ടവിരുദ്ധമാണ്. കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ ഒരു സംഘടനയും ഭാഗമല്ല താൻ. ഈ കോൺഫെഡറേഷനുമായുള്ള ബന്ധം 2024 താൻ ബന്ധം വിച്ഛേദിച്ചതാണ്. പ്രത്യേകിച്ച് ഈ പണം വാങ്ങുന്ന അടക്കം കുറ്റകരമാണെന്ന് താനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ധം വിച്ഛേദിച്ചത്. അനന്തകൃഷ്ണനുമായി തനിക്കൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് കേസിൽ പ്രതിയായതെന്നറിയില്ല. ഒരുപക്ഷേ മുനമ്പം കമ്മീഷന്റെ ഭാഗമായതുകൊണ്ടാണോ തന്നെ ഈ കേസിൽ പ്രതിയാക്കിയത്, അല്ലെങ്കിൽ അത്തരം താല്പര്യം ഇതിലുണ്ടോ എന്ന കാര്യം പോലും അദ്ദേഹം ഇന്ന് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ പരാതി ഏറെ ശ്രദ്ധേയമാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഔദ്യോഗികമായ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു നിലപാടിലേക്കൊന്നും ഓഫീസ് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പരാതി അല്പം ഗൗരവ സ്വഭാവമുള്ളതാണ്. കാരണം കേസിൽ പ്രതിയായ ഒരാൾ കമ്മീഷൻ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ യുക്തി പൊതുസമൂഹം ഒന്നാകെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞും കിതയ്ക്കുകയാണ് ആലപ്പുഴ EMS സ്റ്റേഡിയം. കോടികൾ മുടക്കി 2010 ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിൽ ഇന്നോളം ഒരു കായിക ഇനവും അരങ്ങേറിയിട്ടില്ല. ട്രാക്കും ഗ്യാലറിയും അടക്കമുള്ള ഇരിപ്പിടങ്ങളും പൂർണ്ണമായും നശിച്ചു. കെട്ടിടവും നാശത്തിന്റെ വക്കിലാണ്. കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാകേണ്ട, കായിക ലോകത്തിന് കരുത്തു പകരേണ്ട ഒരു സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കായിക ലോകം കിതയ്ക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിലെ EMS സ്റ്റേഡിയം. 2006 തുടങ്ങിയതാണ് EMSന്റെ പേരിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. 18 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഒരു കായിക ഇനം പോലും ഇവിടെ അരങ്ങേറിയിട്ടില്ല. എന്നെങ്കിലും ഒരു കായികമേള ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ആർക്കുമൊട്ടും അറിയുകയുമില്ല. ഗ്യാലറിയിലെ ഇരിപ്പിടങ്ങളും ടൈലുകളും പൂർണ്ണമായും തകർന്നു. മഴ പെയ്താൽ കടമുറികൾ ചോർന്നൊലിക്കും. വരുമാനത്തിൽ മാത്രം കണ്ണും നട്ട് കായിക ഇതര ആവശ്യങ്ങൾക്ക് ഗ്രൗണ്ട് വിട്ടുകൊടുത്തതോടെ നാശം തുടങ്ങിയെന്ന് വിമർശകർ പറയുന്നു. EMSന്റെ പേരിനെ പോലും അപമാനിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർ സ്കൂൾ മത്സരം പോയിട്ട് ഒരു കുട്ടിയും പോലും കളി പോലും സംഘടിപ്പിക്കുവാനായിട്ട് ആ സ്റ്റേഡിയത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആലപ്പുഴ നഗരസഭയിലെ മാലിന്യങ്ങൾ മുഴുവൻ JCB ഉപയോഗിച്ച് സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ആ സ്റ്റേഡിയത്തിന്റെ മണ്ണിന് കീഴിൽ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. 2022 ഡിസംബറിലാണ് സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ടർഫ് അടക്കമുള്ള രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ടത്. സിന്തറ്റിക് ട്രാക്കിന്റെ പണി തുടക്കത്തിലേ നിലച്ചു. സ്റ്റേഡിയം പണിയുന്നതിന് മുൻപ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടം. ഇതിനാൽ ട്രാക്ക് സ്ഥാപിക്കാനായി മണ്ണെടുത്തപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂമ്പാരം കണ്ടെത്തി. മാലിന്യം മുഴുവൻ മാറ്റി പുതിയ മണ്ണിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ ട്രാക്ക് താഴെ ഇരിക്കുമെന്ന് കരാറുകാർ അറിയിച്ചു. ഇതിനായി 1 കോടി രൂപ അധികം ചെലവഴിക്കണം. എസ്റ്റിമേറ്റ് പുതുക്കണം. നിലവിൽ എസ്റ്റിമേറ്റ് പുതുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി കാത്തിരിക്കുകയാണ് അധികൃതർ. കുറെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രം അത് ഇതൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. വൈകുന്നേരങ്ങളിൽ വെള്ളമടിക്കാനോ അവിടെയൊക്കെ കയറി ഇരിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടേജ് ഒക്കെ തന്നെയാണെങ്കിലും ബ്ലോക്ക് ഇട്ട് റെഡിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പറയുന്ന ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ടൈലൊക്കെ ഓരോരുത്തർ ഇളക്കി കൊണ്ടുപോവുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതിന്റെ ബിൽഡിങ്ങുകൾ എല്ലാം ചോർച്ചയുണ്ട്. ഭാവിയിൽ ടെർഫും സിന്തറ്റിക് ട്രാക്കും പണി പൂർത്തിയാക്കിയാലും ഇപ്പോൾ നശിച്ചുപോയ ഗ്യാലറി പ്രവർത്തനക്ഷമമാക്കാൻ ഇനിയും വേണം കോടികൾ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.
പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൻ്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയൊരു പദ്ധതിയാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. 2010 ആദ്യഘട്ടം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിൽ ഇനി എന്നാണ് ഒരു മത്സരം ഉണ്ടാവുക എന്നാണ് കായിക പ്രേമികൾ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. അതിലേക്ക് ഒരു മാറ്റമില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ചെയ്ത് തന്നെ ഒരു ഏറ്റവും മെയിൻ പ്രശ്നം ഇവിടെ ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട്. ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല, ഒരു ബാത്റൂം ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കളിക്കാൻ വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല. എല്ലാവരും ഇപ്പോൾ ടെറഫിലല്ലേ പോകുന്നത്, വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള പറമ്പൊക്കെ ഓരോരുത്തരുടെ ആയതുകൊണ്ട് അതൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഇത് പെട്ടെന്ന് റെഡിയാക്കുവാണെങ്കിൽ സൗജന്യമായിട്ട് കളിക്കാൻ പറ്റുന്ന വലിയ ഉപകാരമായിരുന്നു. ഇവിടെ ട്രാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തീരുമെങ്കിൽ സൗജന്യമായിട്ട് കളിക്കാം. ടെറഫിലൊക്കെ പോയി കളിക്കണം പൈസ കൊടുത്ത്. പിന്നെ തൊട്ടടുത്ത് പറമ്പൊക്കെ ഉള്ള കണക്ക് ഓരോരുത്തരുടെ സ്ഥലം വിറ്റുപോയി അതൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറെ എവിടെ പോകാൻ? EMS സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് പേര് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊക്കെ ഉപകാരമുള്ള ഒരു സാധനമില്ല ഇതിനകത്ത്. നമ്മളൊക്കെ എത്ര പേരും ചോദിക്കാം, ഒരു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇത് ബാത്റൂം കാണുന്ന വെളിപ്പറമ്പെന്ന് പറയും. അല്ല നമ്മളെന്ത് പറയാൻ? പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. സഖ്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു തമിഴക വെற்றிക്കഴകം. വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രം സഖ്യം. 2026 TVK ഉൾപ്പെട്ട സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ്. ഒരു പാർട്ടിയുമായും സഖ്യചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും TVK അറിയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ് ഏത് സഖ്യത്തിന്റെ ഭാഗമാകും എന്നുള്ളതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയായി, വലിയ രാഷ്ട്രീയ ചോദ്യമായി നിൽക്കുകയാണ്. അതിനിടയിൽ TVK നിലപാട് വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് മുഹമ്മദ് റഹീസ്? റീജിത്ത്, നയം വ്യക്തമാണ്, നിലപാട് വ്യക്തമാണ്. അതായത് വിജയ് അംഗീകരിക്കുന്നവരാരുണ്ടോ അവരുമായി സഖ്യത്തിൽ ഒറ്റ കണ്ടീഷൻ മാത്രമാണുള്ളത്. അത് ഏറ്റവും പ്രധാനമായും വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണം എന്നുള്ളതാണ്. 2026 തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുന്ന TVK ആ ഒരു മുന്നണിയിലെ പ്രധാന കക്ഷിയായിരിക്കണം എന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വെച്ചാണ് ഒരു സഖ്യ രൂപീകരണത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. പ്രത്യേകമായും ഈ അണ്ണാ DMK TVK സഖ്യം അതിന്റെ ഒരു സാധ്യതകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ്. പലതരത്തിൽ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. മറ്റ് ചെറു പാർട്ടികളുമായി പലരോടും TVK സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ പാർട്ടികളോടുമുള്ള ഒരു പൊതുവായ നിർദ്ദേശമാണിത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ TVK ഉൾപ്പെട്ട സഖ്യത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആയിരിക്കും എന്നുള്ളൊരു നിലപാട് TVK വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ DMK TVK കടന്നാക്രമിച്ചത് ആര് മുന്നണിയിൽ വന്നാലും അവർക്കൊന്നും അധികാരത്തിൽ പങ്ക് നൽകാതെ എല്ലാം അടക്കി വെക്കുന്നവരാണ് ഇത്തരത്തിൽ DMK എന്നുള്ളതാണ് വിജയ് ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചൊരു ആക്ഷേപം. അതുപോലെ തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ വിജയും പറഞ്ഞു വെക്കുന്നത്. ആര് മുന്നണിയിൽ ചേരണമോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനായി വരുന്നത് വിജയുടെ നേതൃത്വം അംഗീകരിക്കുക, വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക, വിജയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും 2026 ചെറിയ കളിക്കല്ല വിജയ് ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലൊരു സഖ്യ നീക്കത്തിൽ തങ്ങളോടൊപ്പം ചേരാൻ സാധ്യതയുള്ളവരെ ഒക്കെയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു നീക്കത്തിനാണ് വിജയ് തയ്യാറെടുക്കുന്നത്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അണ്ണാ DMKയുമായി അടക്കം TVK ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് TVK അവരുടെ സഖ്യവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുന്നത്. വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രമായിരിക്കും സഖ്യമുണ്ടാവുക. ആ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയായിരിക്കും എന്നതടക്കമുള്ള നിലപാട് TVK പരസ്യമായി അറിയിക്കുകയാണ്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശ സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു കായിക വിശേഷം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ലിന് അർദ്ധ സെഞ്ചുറി. ഗില്ലിന്റെ ഏകദിനത്തിലെ 15ാം അർദ്ധ സെഞ്ചുറിയാണ് ഇത്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി എൻകൗണ്ടർ പ്രൈമിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം എത്തും. നമസ്കാരം.